നിങ്ങളിൽ പല ആൾക്കാരും ഈ വീഡിയോ കണ്ടതാവും. എന്നാലും ഒന്ന് കാണണം. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഒരു സഹോദരി ജോളി ജോർജ്, അവര് കൊല്ലത്ത് നിന്നും അൻസാരി സുഹരി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഇത്രയും ദൂരെ നിന്ന് കൊല്ലത്ത് നിന്ന് ഇവിടം വരെയൊക്കെ ബസ് കയറി വന്നപ്പോൾ എന്റെ മുമ്പിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ സങ്കടം പറഞ്ഞ എനിക്ക് നിങ്ങളെ തട്ടാൻ കഴിയില്ല. എന്താ പ്രശ്നം? എന്താണ് പറയൂ. പ്രശ്നം നിങ്ങൾ സമാധാനത്തെ കരയാതെ കാര്യം പറ. എനിക്ക് കുറച്ച് കടമുണ്ട്. ഞാൻ കുഴപ്പമില്ലാതെ സാമ്പത്തികമുള്ള ഒരു ഇതായിട്ട് ജീവിച്ചായിരുന്നു. പക്ഷെ ഒരു ഹോട്ടൽ വിട്ട് ഒരു ചിട്ടി നടത്തി ഞാൻ ആകെ പ്രതിസന്ധിയിലായിട്ട്. ഭർത്താവുണ്ട്, പക്ഷെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക. ഇല്ല, നിങ്ങൾ സഭയും പള്ളിയായിട്ടും ബന്ധപ്പെട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ലെന്നാ? ഇല്ല, അങ്ങനെ കിട്ടത്തില്ല. പിന്നെ നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല, നാണക്കെടത്തേ ഉള്ളൂ. ചുറ്റുവട്ടത്തൊന്നും അവിടെ ആരില്ല സഹായിക്കാൻ പറ്റിയ ആളുകൾ? ആരുമില്ല. ഒത്തിരി പേരെടുത്ത് സഹായത്തിന് വേണ്ടി പോയിട്ടുണ്ട്, ആരും സഹായിച്ചിട്ടില്ല. എത്ര മക്കൾ? എത്ര? 2 പെൺകുട്ടികളാ? കരയണ്ട. ഓരോരു മോളും. വിഷമിക്കണ്ട, പരിഹാരം ഉണ്ടാവും. വിഷമിക്കണ്ട. ഒരു നിവൃത്തിയിലായിട്ടാണ് അവസാനം അൻസാരി സുഹരി ഉസ്താദിനെ കാണാൻ വന്നത്. എന്തെങ്കിലും അദ്ദേഹം ചെയ്തു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അൻസാരി സുഹരി ഉസ്താദിന്റെ ഈ വീഡിയോന്റെ താഴെ തന്നെ മറ്റൊരു വീഡിയോ കൂടി കാണാനിടയായി. അതുകൂടി നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ഒരുപാട് പൈസ കിട്ടി. എനിക്ക് ഒരുപാട് ഇത്രയും കടങ്ങൾ തന്നെ എങ്ങനെ തീരുമെന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഇതൊക്കെ. അത്രയും നന്ദിയുണ്ട്. എന്ത് പറയണമെന്ന് തന്നെ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. എന്റെ നമ്മുടെ കുടുംബം തന്നെ രക്ഷപ്പെട്ടു പോയൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. കാരണം എല്ലാവരുടെ ചോദിച്ചായിരുന്നു. ഒരുപാട് കടവും എല്ലാം വാങ്ങിയിട്ടാണ് ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. എന്നിട്ടും പൈസ ഒന്നിനും തികഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടിയതിന് അത്രയും നന്ദിയുണ്ട് എല്ലാവരുടെ അത്രയും എന്ത് പറയണേ, അയച്ചു തന്നവരോടും അത്രയും നന്ദിയുണ്ട്. അത്രയും കടപ്പാടുണ്ട്. കുടുംബത്തിന്റെയും എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. മോളെ അമ്മു, നല്ല വാക്കിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതായിരുന്നാലും മോളുടെ സന്തോഷത്തിൽ നമ്മളും പങ്കാളികളാകുന്നു. നമ്മൾ മാത്രമല്ല, അനേകായിരം വരുന്ന മനുഷ്യർ ഇതിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് മോളെ സഹായിച്ചത്. ഏതായിരുന്നാലും അവർക്കെല്ലാം മോളെ വാക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകും. ഓഗസ്റ്റിൽ വിവാഹമാണെന്ന് അറിയുന്നു. ഏതായിരുന്നാലും മുൻകൂട്ടി തന്നെ മംഗളാശംസകൾ. ജീവിതമാണ്, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാക്കിയെടുക്കുക. ജീവിതം ധന്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജോളി ജോർജ് എന്ന് പറയുന്ന സഹോദരിയുടെ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നി. ഇവിടെ കാവ്യനന്ദ എന്ന് പറയുന്ന സഹോദരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. ഈ സന്തോഷം ഈ സഹോദരിക്ക് കിട്ടിയത് എങ്ങനെയെന്ന് അറിയാമോ? ഇതേപോലെ ഉസ്താദിന്റെ ഒരു വീഡിയോ ആണ്. അവിടെ ജനങ്ങളെ സഹായിച്ചു, ആവശ്യപ്പെട്ടതിൽ കൂടുതൽ പണം കിട്ടി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള എല്ലാ കടവും എല്ലാ പ്രയാസവും കാവ്യനന്ദന്റെ, അത് അമ്മു എന്ന് പറയുന്ന സഹോദരിയുടെ വീഡിയോ എന്നുള്ളതാണ്. ഇവിടെ വളരെ സന്തോഷം തോന്നുന്നത് നമുക്ക്. ഇവിടെ ജോളി ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരി ഉസ്താദിനെ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഉസ്താദിനെയും കാണാൻ വേണ്ടി വന്നത്. ആ സങ്കടങ്ങൾ അവിടെ പറഞ്ഞു. ഒരുപാട് പേര് ആ വീഡിയോകൾ ഷെയർ ചെയ്തായിട്ട് കണ്ടു. ഇനി പറയിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും അവരെ സഹായിക്കും. അങ്ങനെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീരും. ഇത് നല്ലൊരു മാതൃകയാണ്. എൻ്റെ നാട്ടിൽ പലപ്പോഴും ഞാൻ എൻ്റെ നാട്ടിൽ ജനിച്ചത് കൊണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് ഞാൻ വലിയ ഭാഗ്യവാനാണ് എന്നുള്ളത്. ഇത് ഞാൻ പറയാനുള്ള കാരണം, എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നോമ്പിന്റെ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സുഹൃത്തിന് 25 ലക്ഷം രൂപ അവന്റെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആവശ്യമുണ്ടായിരുന്നു. നാട്ടിലെ മഹല്ല് അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാർ, അവിടുത്തെ ജനകീയ കമ്മിറ്റി അവിടെ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ജനകീയ കമ്മിറ്റിയുടെ മുന്നിൽ നിന്നത് പ്രിയപ്പെട്ട വിജയലക്ഷ്മി ടീച്ചറാണ്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു ചാരിറ്റിക്കാരോ മറ്റാരും ഞങ്ങളെ പിരിവിലേക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഒന്നും ചെയ്തിട്ടില്ല. വീഡിയോ ചെയ്യാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളുടെ വലിയ സഹായങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് റഷീദിന്റെ ആവശ്യമായ തുകയും കഴിഞ്ഞ് വീണ്ടും പണം വന്നതുകൊണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ് ഉണ്ടായത്. എത്രയും പെട്ടെന്ന് അവരുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം. അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം. ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം, ഇവിടെ സഭയും പള്ളിയും ഇതിലൊന്നും ബന്ധപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ പോയിട്ടും കാര്യമില്ല, നാണം കെടും എന്നീ സഹോദരി പറയുമ്പോൾ എനിക്കിതിന് വലിയ വേദന തോന്നുകയാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു വിഷമവുമായിട്ട് വന്നാൽ അതിന് ഇനി പള്ളി കമ്മിറ്റി ആവട്ടെ, അമ്പല കമ്മിറ്റി ആവട്ടെ, മറ്റാരും ആവട്ടെ, ആരോടാണോ ഇവർ ബന്ധപ്പെടുന്നത് അവരാരും വെറുതെ മടക്കി വയ്ക്കില്ല എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ നാട്. ഇവിടെ നമ്മൾ മതം നോക്കിയിട്ടോ ഒന്നുമല്ല. പലപ്പോഴും ഈ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ സ്വന്തം സമുദായത്തിലെ ആളുകൾ പോലും തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. എങ്ങനെയും ആളുകൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ പരസ്പരം സഹായിക്കണം. അവിടെ നമ്മളെ മതമോ ജാതിയോ ഒന്നും നമുക്കൊരു വിഷയമാവില്ല. നമ്മൾ അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗത്തു നിന്നും സഹായം കിട്ടും. അതാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ അറിയാതെ തന്നെ വളരെയധികം സുഖസുന്ദരമായിട്ട് നീങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാം. ഇവിടെ നമ്മുടെ കാവ്യ വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചു. ജോർജ് എന്ന് പറയുന്ന സഹോദരി വിഷമിച്ചു നമ്മുടെ മുമ്പിൽ. മതത്തിനപ്പുറം മനുഷ്യ സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കണം, എങ്കിൽ മാത്രമേ ഇത്തരം സഹായങ്ങൾ നമുക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ മനുഷ്യബന്ധങ്ങളില്ല, അതുപോലെ തന്നെ മനുഷ്യന്മാർ തമ്മിൽ പരസ്പര സ്നേഹങ്ങളില്ല, ഒന്നും ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറില്ല. അപ്പൊ ഇങ്ങനത്തെ പല കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് എന്തൊന്നില്ലാത്ത വളരെ സന്തോഷം തോന്നിപ്പോവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.